നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഗോ ബാക്ക് മോദി എന്ന് പറഞ്ഞ മുദ്രാവാക്യമാണ് ഉപയോഗിച്ചത്. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഗെറ്റ് ഔട്ട് മോദി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമായിരിക്കും എന്നാണ് കഴിഞ്ഞ ദിവസം ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. എന്നാൽ ഉദയനിധി സ്റ്റാലിൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. തമിഴ്നാട്ടിലെ BJPയുടെ പ്രസിഡന്റ് കെ അണ്ണാമലൈ എന്ന് പറയുന്ന തമിഴ് സിംഗമായിട്ടുള്ള അണ്ണാമലൈ മുമ്പ് IPS ആയിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ഉദയനിധി സ്റ്റാലിൻ ഇത് പറഞ്ഞു തീർന്നത് മാത്രമേ ഉദയനിധി സ്റ്റാലിന് ഓർമ്മയുള്ളൂ. ധൈര്യമുണ്ടെങ്കിൽ നീ അങ്ങനെ പറഞ്ഞു നോക്കടാ എന്നാണ് കൃത്യമായി കെ അണ്ണാമലൈ ഉദയനിധി സ്റ്റാലിനോട് പറഞ്ഞത്. അണ്ണാമലൈ ഇത്തരത്തിലുള്ള ഭാഷയൊന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല. എങ്കിലും നീ ഉപയോഗിക്കുന്ന അതേ ഭാഷയിൽ മാത്രമേ നിന്നോട് എനിക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അണ്ണാമലൈ ഉദയനിധി സ്റ്റാലിനോട് പറഞ്ഞത്. പോരാത്തതിന് ഗോ ബാക്ക് മോദി എന്ന് പറഞ്ഞ് തൻ്റെ MLA-മാരെല്ലാം കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട്, പാർട്ടി പ്രവർത്തകരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഉദയനിധി സ്റ്റാലിൻ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആക്കി. ആ വീഡിയോയ്ക്ക് ട്വിറ്ററിലടക്കം വലിയ രീതിയിലുള്ള ഒരു ട്രെൻഡിങ്ങിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. 1 ലക്ഷം പേരാണ് ഗോ ബാക്ക് മോദി എന്ന് പറയുന്ന ഹാഷ്ടാഗോടുകൂടി വലിയ രീതിയിൽ ആ വീഡിയോ ഏറ്റെടുത്തത്. എന്നാൽ അണ്ണാമലൈ ഇതുകൊണ്ടും നിർത്തിയില്ല. അണ്ണാമലൈ ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് കൊണ്ടുവന്നു. ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്ന് പറയുന്ന ഹാഷ്ടാഗ് ഇത് 1 ലക്ഷം പേരാണെങ്കിൽ 1 മില്യൺ ആൾക്കാരാണ് ട്വിറ്ററിൽ റീട്വീറ്റ് ചെയ്തത്. ഈ ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അങ്ങനെ ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിക്കുന്ന രീതിയിലാണ് ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്ന് പറയുന്ന അണ്ണാമലൈ തുടങ്ങിവിട്ട ആ ഒരു ഡിജിറ്റൽ സ്ട്രാറ്റജി, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നത് കാണാനായിട്ട് സാധിച്ചത്. അതിനുശേഷം അണ്ണാമലൈ പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ശരിയായിട്ടുള്ള ആണാണെങ്കിൽ, അതായത് നീ ശരിയായിട്ടുള്ള ആണാണെങ്കിൽ നീ മോദി വരുമ്പോൾ നീ മോദിയുടെ അടുത്ത് ചെന്ന് ഗെറ്റ് ഔട്ട് മോദി എന്ന് ഉറക്കെ പറയണം എന്നാണ് അണ്ണാമലൈ പറഞ്ഞത്. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ CM ആണ്, അതുകൊണ്ട് എനിക്കിത് പറയാനായി സാധിക്കില്ല. എൻ്റെ അപ്പൂപ്പൻ 5 തവണ തമിഴ്നാട്ടിലെ CM ആയിരുന്നു, അതായത് കരുണാനിധി 5 തവണ തമിഴ്നാട്ടിലെ CM ആയിരുന്നു, അതുകൊണ്ട് എനിക്കിത് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയൊന്നും നീ പറയല്ല. നീ ഇപ്പോൾ പറയുന്ന ഇതേ ആർജവത്തോടു കൂടി അപ്പോൾ നീ പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നാണ് അണ്ണാമലൈ ഉദയനിധി സ്റ്റാലിനോട് പറഞ്ഞത്. പോരാത്തതിന് അണ്ണാമലൈ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നരേന്ദ്രമോദി രാവിലെ 3 മണിക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് തൻ്റെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് 5:30 പണിക്ക് കയറുന്ന ഒരാളാണ്. അങ്ങനെ 5:30 പണിക്ക് കയറുന്ന ഒരാളെ നീ എഴുന്നേറ്റ് തല പൊക്കി നോക്കിയാൽ മാത്രമേ നിനക്ക് സൂര്യനെ കാണാൻ പോലും സാധിക്കുകയുള്ളൂ. കാരണം 11 മണിക്കാണ് നീ എഴുന്നേൽക്കുക തന്നെ. അങ്ങനെയുള്ള നീ നിനക്ക് എന്ത് യോഗ്യതയാണ് ഈ ഇത്രയും നേരത്തെ തന്നെ പണിയെടുക്കുന്ന 18 മണിക്കൂർ പണി ചെയ്യുന്ന ഒരു അവധി പോലും എടുക്കാത്ത ഒരാളെ കളിയാക്കാൻ എന്നാണ് അണ്ണാമലൈ ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഉദയനിധി സ്റ്റാലിന് നരേന്ദ്രമോദിയെ കളിയാക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്ന് പറയുന്നു. അങ്ങനെ കളിയാക്കിയാൽ ഇതായിരിക്കും ഉദയനിധി സ്റ്റാലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്ന് പറയുന്ന ആ ഹാഷ്ടാഗ് അവിടെ വലിയ രീതിയിൽ തരംഗമായി, അതായത് തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ തരംഗമായി അണ്ണാമലൈ മാറ്റിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.